നമസ്കാരം. കേരളത്തെ പിടിച്ചുലച്ച വൻ സൈബർ കൊള്ളകൾക്കും അന്താരാഷ്ട്ര ഹവാല ഇടപാടുകൾക്കും പിന്നിൽ രാജ്യദ്രോഹ ശക്തികളോ? കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സമാന്തര സാമ്പത്തിക സാമ്രാജ്യത്തിലേക്ക് കേന്ദ്ര അന്വേഷണവും എത്തുകയാണ്. കോഴിക്കോട്ടെ വിവിധ ഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സൈബർ തട്ടിപ്പ്, ഹവാല കേസുകൾ ഇനി വെറും ലോക്കൽ പോലീസല്ല, കേന്ദ്ര ഏജൻസി നേരിട്ട് അങ്ങോട്ട് കയറി അന്വേഷിക്കും. അതുമാത്രമല്ല, ഇതിനൊപ്പം സംസ്ഥാനത്തെ നാണം കെടുത്തിയ അവയവക്കടത്ത് മാഫിയയും വ്യാജരേഖ ചമക്കൽ സംഘത്തെയും പൂട്ടാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രംഗത്തിറക്കിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ശക്തമായ നിർദ്ദേശപ്രകാരമാണ് ഈ ഇരട്ടപ്രഹരം. കൊടുവള്ളി, താമരശ്ശേരി, കാക്കൂർ മേഖലകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുക. സംസ്ഥാനത്ത് ഹവാല ഇടപാടുകാർ സമാന്തര സമ്പദ്വ്യവസ്ഥ രൂപീകരിച്ച് വ്യാപകമായ തോതിൽ അനധികൃത പണമിടപാടുകൾ നടത്തുന്നതായി രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി, താമരശ്ശേരി, കാക്കൂർ, കൈതപ്പൊയിൽ, വെഞ്ചേരി തുടങ്ങിയ ഭാഗങ്ങൾ ഇത്തരം സൈബർ ഹവാല തട്ടിപ്പുകാരുടെ പ്രധാന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ടെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ. ഇത്തരത്തിൽ തട്ടിയെടുക്കുന്ന പണം മയക്കുമരുന്ന് കടത്ത്, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ, ഭീകരപ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നുണ്ടെന്ന ശക്തമായ സൂചനകളെ തുടർന്നാണ് കേസ് കേന്ദ്ര ഏജൻസികൾക്ക് വിടാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത്. അന്തർ സംസ്ഥാന രാജ്യാന്തര ബന്ധങ്ങളുള്ള ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ വിശദമായ അന്വേഷണം അനിവാര്യമാണെന്ന് സർക്കാർ വിലയിരുത്തി. സംസ്ഥാനത്തെ ഹവാല ഇടപാടുകാർ നിയമവിരുദ്ധ ഇടപാടുകളിലൂടെ സമാന്തര സമ്പദ്വ്യവസ്ഥ നടത്തുന്നുണ്ടെന്നും കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി, താമരശ്ശേരി, കാക്കൂർ, കൈതപ്പൊയിൽ, വെഞ്ചേരി പ്രദേശങ്ങൾ സൈബർ തട്ടിപ്പിന്റെ ഹോട്ട്സ്പോട്ടുകളായി മാറിയിട്ടുണ്ടെന്നുമാണ് വകുപ്പ് ആരോപിക്കുന്നത്. അവയവക്കടത്ത്, വ്യാജരേഖ നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡുകളിൽ നിരവധി അറസ്റ്റുകൾ നടത്തിയതായും MLA-മാരുടെ ഉൾപ്പെടെ പേരുകൾ നിർമ്മിച്ച വ്യാജ ലെറ്റർ ഹെഡുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതേ തുടർന്നാണ് എറണാകുളം റൂറൽ SP KS സുദർശന്റെ നേതൃത്വത്തിൽ SIT രൂപവൽക്കരിച്ചതെന്നും വകുപ്പ് അറിയിച്ചു. എറണാകുളത്തെ പ്രമുഖ ആശുപത്രികളിൽ നിയമവിരുദ്ധമായി അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ടെന്നത് പരിശോധനയിൽ വ്യക്തമായതായും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനകളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും റാക്കറ്റിലെ മുഖ്യ കണ്ണികളായ മുഹമ്മദ് നജീബ്, ഭാര്യ റഷീദ, സഹായികളായ സിനോജ്, ആസിഫ് എന്നിവരെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. അവയവമാറ്റ പ്രക്രിയകൾ നിയമവിരുദ്ധമായി എളുപ്പമാക്കുന്നതിന് സംഘം വ്യാപകമായി വ്യാജരേഖകൾ ചമച്ചിരുന്നതായി റെയ്ഡിൽ തെളിഞ്ഞു. വ്യാജരേഖകൾ നിർമ്മിക്കുന്നതിന് കൂട്ടുനിന്ന സ്ഥാപനങ്ങളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അനധികൃത അവയവ ശസ്ത്രക്രിയകൾ വലിയ തോതിൽ നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. പാവപ്പെട്ടവരിൽ നിന്ന് കുറഞ്ഞ തുകയ്ക്ക് അവയവങ്ങൾ വാങ്ങി വൻ തുകയ്ക്ക് മാറ്റി വിൽക്കുന്ന മാഫിയ സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം. ആശുപത്രികളിലെ ചില ഉന്നതർക്കും റാക്കറ്റുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും പ്രത്യേക സംഘം വിശദമായി പരിശോധിക്കും. ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ പല വിവരങ്ങളും ലഭ്യമായതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനും അന്വേഷണം നടത്താനും ഉത്തരവ് നൽകിയതെന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. വ്യാജരേഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്താകെ നടത്തിയ റെയ്ഡിനെ തുടർന്ന് 3 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന സംഭവമായതിനാൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത അന്വേഷണമായിരിക്കും നടക്കുകയെന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നു. അന്വേഷണ പുരോഗതി നിരീക്ഷിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന.